എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിച്ചാട്ടെ. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. മതി. എന്നാൽ ആദ്യം വളരെ കഷ്ടമനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് പരസ്യമായി പരീശന്മാർ അവനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്നവണ്ണം യേശുക്രിസ്തു പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഈ വാക്കുകൾ കർത്താവ് പറയുന്നത് തൻ്റെ അരുമ ശിഷ്യരോടാണ്. ചോദ്യം ചോദിച്ചത് പരീശന്മാരാണ്. അതിൻ്റെ നേരെ മുകളിലുള്ള ആ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല വരുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. സ്തോത്രം. ഇവിടെ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഭൗമ കണ്ണുകളാൽ ഭൗതികമായി ജീവിക്കുന്ന ജീവിതം നമ്മൾ കാണുന്നത് പോലെ തന്നെ ആത്മീകമായി ഒരു ജീവിതവും ആത്മീകമായി ഒരു ആത്മമണ്ഡലവും ഉണ്ട്. സ്തോത്രം. അതറിയണമെങ്കിൽ ആത്മജീവികളായ നാം ആത്മാവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ അത് കാണുവാൻ അല്ലെങ്കിൽ അറിയുവാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വെറും ജഡം മാത്രമല്ല, നമ്മിൽ എന്തുണ്ട്? ഒരു ആത്മാവുണ്ട്. അർത്ഥാൽ നമ്മൾ ആത്മജീവികളാണ്. സ്തോത്രം. അപ്പോൾ തന്നെ ജഡശരീരമുള്ളവരാ, ഭൂമിയിലാണ് ജീവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആത്മീക ബന്ധം സ്ഥാപിപ്പാനാണ് കർത്താവായ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചത്. അർത്ഥാൽ നമ്മുടെ പാപം തൻ്റെ മേൽ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു. ആമേൻ. ആ യേശുക്രിസ്തു പരമയാഗമായി തീർന്നത് നമ്മെ വീണ്ടെടുത്ത് ആത്മീക ബന്ധത്തിനുടമകളാക്കി പിതാവാം ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. അത് കഴിയണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് മാറ്റിയാലേ നടക്കൂ. അതാണ് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാലേ ഉള്ളൂ.
ക്രിസ്തുവിൽ ആയാൽ. ആയാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആയാൽ ആരായിത്തീരും? പുതിയ സൃഷ്ടിയായിത്തീരും. സൃഷ്ടിയായി തീർന്നു കഴിഞ്ഞാൽ പഴയത് എന്ത് ചെയ്യും? സ്തോത്രം. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ക്രിസ്തുവിലായാൽ ഉണ്ടാകും. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ കൈ ചുരുട്ടില്ല, കുത്തിയില്ല. സ്തോത്രം. ആമേൻ. എന്നെ നിനക്ക് അറിയാടാന്ന് ചോദിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും എന്ത് ചെയ്യും? മാറ്റം വരും. സ്തോത്രം. ക്രിസ്തുവിലായില്ലെങ്കിൽ പിന്നെന്താന്ന് നിങ്ങളങ്ങ് ഫില്ല് ചെയ്താൽ മതി. ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചതിന്റെ പരമപ്രധാനമായ കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചതായ പാപമാണ്. അത് അനുസരണക്കേട് നിമിത്തമാണ് അത് സംഭവിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ആ പാപത്തിനാണ് യെശയ്യാവ് 53 ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ അതിക്രമം നിമിത്തം. ആരുടെ? നമ്മുടെ അതിക്രമം നിമിത്തം അവൻ മുറിവേറ്റു. നമ്മുടെ അതിക്രമം നിമിത്തം അവൻ തകർന്നു. ആമേൻ. എന്തിനു വേണ്ടി? നമ്മുടെ സമാധാനത്തിന് വേണ്ടി. നമ്മുടെ ശിക്ഷ അവന്റെ മേലായി. സ്തോത്രം. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുകയാണ്. ആമേൻ. ഈ തിരുവചന ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ, സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വീട്ടിലേക്ക് വന്ന് പാർസൽ തരുന്ന പരിപാടികളാണ്. ആദ്യമൊക്കെ പോസ്റ്റ് ഓഫീസിൽ ഏതെങ്കിലും ഒരു പാർസൽ വന്നാൽ പോസ്റ്റ്മാൻ വന്ന് ഒരു ചീട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഇട്ടേച്ച് പോകും. ആ ചീട്ടും കൊണ്ട് എവിടെ പോകണം? പോസ്റ്റ് ഓഫീസിൽ ചെല്ലണം. എന്ത് കിട്ടാൻ? ആ വന്ന പാർസൽ കിട്ടാൻ. അപ്പൊ ഇവിടെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ എവിടെ ചെല്ലണം? നമ്മൾ എവിടെ ചെല്ലണം? ദൈവസന്നിധിയിൽ ചെല്ലണം എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ആഴമായി പറഞ്ഞാൽ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ ചെല്ലണം. ചുവട്ടിൽ ചെന്നിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ചതായ പങ്കപാടുകളുടെ ആഴം എത്രയെന്ന് ഒന്ന് ചിന്തിക്കുമ്പോഴാണ്, നമ്മൾ അതിനോടൊന്ന് ഏകീഭവിക്കുമ്പോൾ, ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അയ്യോ, ഞാൻ മഹാപാപിയാണല്ലോ. ഹല്ലേലൂയ. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ. ഹല്ലേലൂയ. പാപമില്ലാത്തതായ ഓമനപുത്രൻ കാൽവരി കുലക്കളത്തിൽ തകർന്നതെന്ന് ഒരു ചിന്ത വരുമ്പോൾ ഹൃദയത്തിനകത്തളത്തിൽ ഒരു തകർച്ചയുണ്ടാകും. ആ തകർച്ച ഉണ്ടാകുമ്പോൾ ഒരു സമർപ്പണം ഉണ്ടാകും. ആ സമർപ്പണം ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നമ്മോട് എന്ത് ചെയ്യും? കരുണ തോന്നും. ഇത് തേരാപ്പാരിയൊന്നും ഈ സംഭവം കിട്ടില്ല. ആമേൻ. എന്ത് വേണം? ഒരു സമർപ്പണം. ഒരു തകർച്ച ഉണ്ടായാലേ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ പത്രോസിനോട് കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി, അതിദുഃഖത്തോടെ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു. അവൻ എങ്ങനെയാ കരഞ്ഞെന്നുള്ളത് അവനും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പുറത്തു പോയിട്ടാ ചെയ്തത്. ആമേൻ. അപ്പം തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ പിന്നെ അവിടെ ന്യായീകരിക്കാൻ നിന്നില്ല. നമ്മൾ പലപ്പോഴും ന്യായീകരിക്കുന്നവരാ. സ്തോത്രം. പറയുന്നൊരു വാക്കുണ്ട്, എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതാർക്ക് വേണ്ടിയാണെന്നുള്ളത് അറിയില്ല. സ്തോത്രം. എന്നാൽ ആദ്യകാലങ്ങളിൽ ദൈവസഭയിൽ അങ്ങനെയല്ലായിരുന്നു. സ്തോത്രം. ആദ്യകാലങ്ങളിൽ ദൈവസഭയിൽ ഇതുപോലെ ഒരു ശനിയാഴ്ച കാത്തിരിപ്പ് യോഗമുണ്ട്. ആദ്യകാലങ്ങളിൽ, ഇപ്പോഴല്ല.
സ്തോത്രം. ആ കാത്തിരിപ്പ് യോഗത്തിൽ ആദ്യം നടക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രമീകരണമാണ്. സ്തോത്രം. ആ ക്രമീകരണത്തിന് ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ ഏതെങ്കിലും വ്യക്തികളായിട്ടുണ്ടെങ്കിൽ ഓരോന്നങ്ങ് എഴുന്നേൽക്കും. ഞാൻ ശോശാമയോട് ഇന്ന ദിവസം മുതൽ പിണക്കത്തിലായിരുന്നു, പിണക്കത്തിൻ്റെ കാരണം ഇന്നതായിരുന്നു, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം. ഓപ്പണായി എല്ലാവരുടെ മുൻപിലും എഴുന്നേറ്റ് എന്ന് പറയും. സ്തോത്രം. അത് പറയുമ്പം ശോശാമ അവിടെ ഉണ്ടാകും. മറിയാമ ഇരുന്ന് കഴിയുമ്പോൾ ശോശാമ എഴുന്നേൽക്കും. ഞാനും 2 കാര്യം പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. അപ്പൊ ശരിക്കങ്ങ് ഞാൻ പറഞ്ഞു, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം. ആമേൻ. ഇത് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങുമ്പം പാസ്റ്റർ എഴുന്നേൽക്കും. പരസ്പരം കൈ കൊടുത്ത് സ്നേഹചുംബനം നടത്തിയിരിക്കാൻ പറയും. അങ്ങനെ ഒരു ശുശ്രൂഷ ആദിമ സഭകളിൽ കേരളത്തിലുണ്ടായിരുന്നു. അന്ന് ദൈവിക പ്രവർത്തികൾ സഭകളിൽ നടക്കുമായിരുന്നു. ആമേൻ. കാരണം ഈ ഏറ്റുപറച്ചിൽ നടത്തുമ്പം പിശാച് എന്ത് ചെയ്യും? 2 നിന്നും വാലും പൊക്കി പോകും. പിന്നെ ഇരിക്കാനായിട്ട് പറ്റില്ല. സ്തോത്രം. ഇത് ഇങ്ങനെ നീ അവിടെ ഇരുന്നോ, ഞാനിവിടെ ഇരിക്കാം. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതാർക്കാനും വേണ്ടി. അത് തട്ടിപ്പിൻ്റെ ഭൂലോക തട്ടിപ്പാണ്. സ്തോത്രം. അതൊന്നുമല്ല യഥാർത്ഥമായ ദൈവിക ബന്ധത്തിൻ്റെ. വേദപുസ്തകം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നുണ്ട്, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പറയുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥമായി ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയാണ്. പരിശുദ്ധ ആത്മാവ് ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ കുരുട്ടും കുന്നായ്മയും കൊണ്ട് നടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ പൈതലിന് ഹല്ലേലൂയ മറ്റൊരുത്തന് എതിരെ പണി നടത്താൻ കഴിയില്ല. കാര്യം പറയാൻ പറ്റില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. കാര്യം ന്യായമായി പറയോ, എന്നാൽ അവനെതിരെ പണിയാൻ പറ്റില്ലെന്ന്, അവനെതിരെ പണി നടത്തില്ലെന്ന്. കാരണം എന്താണ്? ഹല്ലേലൂയ. നമ്മിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ആമേൻ. ആ പരിശുദ്ധ ആത്മാവാകുന്ന കാര്യസ്ഥനുമായി ബന്ധം പുലർത്തി യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ ആ വ്യക്തിയിൽ വ്യത്യസ്തത കാണും. ആമേൻ. അങ്ങനെ യാത്ര ചെയ്യാത്ത ഒരെണ്ണം സ്വർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടുള്ള വിധിയെഴുത്ത് നടത്താൻ ഞാൻ വിധികർത്താവല്ല. പക്ഷെ വചനം പറയുന്നതനുസരിച്ച് പരിശുദ്ധ ആത്മാവിന് വിധേയപ്പെടാത്ത ഒരെണ്ണവും, ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവിന്റെ ശബ്ദം കേൾക്കാത്ത ഒരെണ്ണവും ഹല്ലേലൂയ നിത്യത കണി കാണും എന്ന് വേദപുസ്തകം ഗ്യാരണ്ടി പറയുന്നില്ല. ആമേൻ. ഇനിയൊക്കെ ഇതൊക്കെ ചിന്തിക്കേണ്ടതും ഒരുങ്ങേണ്ടതും അവനവന്റെ സ്തോത്രം. ആരെയും പിടിച്ച് ഒരുക്കാനായിട്ട് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. തിരുവത്താഴ ചരിത്രത്തിലേക്ക് വചനം പറയുന്നത് തന്നെത്താൻ ശോധന ചെയ്യണമെന്നാണ്. തന്നെത്താൻ ശോധന ചെയ്യണം. മറ്റൊരിടത്ത് അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കാനാ പറയുന്നത്. ഈ പണി നടത്താനായിട്ട് വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ വചനം പറയുമ്പോൾ ശരിക്കും എന്ത് ചെയ്യും?
കുത്തു കൊള്ളേണ്ട ഇടത്ത് കുത്തുകൊള്ളും. ആമേൻ. മുറിയേണ്ട ഇടത്ത് മുറിയും. ചിലര് മുറിഞ്ഞാൽ അത് എനിക്കല്ല, അത് അപ്പുറത്തുള്ളതിനാ. സ്തോത്രം. ഞാൻ തികഞ്ഞിരിക്കുക. സ്തോത്രം. ഇങ്ങനെ പറയുന്ന കുറെ എണ്ണമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും തമ്പുരാന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ല. എന്തിനു കിട്ടിയതാന്ന് അറിയുന്നില്ല. ആ ബോധമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവൈദ്യരെ, വളരെ കൃത്യതയോടുകൂടെ വേദപുസ്തകം ചില യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. എന്ത് ചെയ്യണം? കഷ്ടമനുഭവിച്ചതായ ക്രിസ്തു, ഹല്ലേലൂയ, വചനം പറയുന്നു, അവൻ ആരാണ്? വിശ്വാസത്തിന്റെ നായകനാണ്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ആമേൻ. എന്നാൽ നായകൻ ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. എന്തിനു വേണ്ടിയാണ് നോക്കേണ്ടത്? അവിടെ എഴുതിയിരിക്കുന്നത്, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. ആമേൻ. അപ്പോൾ ദൈവ മക്കളാകുന്ന നമ്മെ വിളിച്ചു നിർത്തിയിരിക്കുന്നത് തോന്നിയിടത്തല്ല, വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ, കൃത്യമായ ഒരു പ്ലാനോടെ നമ്മളെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. നിർത്തിയിട്ട് ഒരു ദൈവിക സംരക്ഷണ വലയം നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ആ വലയ്ക്കകത്തു നിന്ന് പുറത്തേക്ക് ചാടാതിരുന്നാൽ മതി. ആമേൻ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ചാടിപ്പോവും. സ്തോത്രം. ആമേൻ. സങ്കീർത്തനത്തിൽ പറയുന്ന ചില വാക്കുകൾ എടുത്തിട്ടാണ് പിശാച് കർത്താവിന്റെ അടുക്കലേക്ക് വന്നത്. ഒരു ഗോപുരത്തിന്റെ മണ്ടേ കൊണ്ടുപോയി നിർത്തി വെച്ച് പറഞ്ഞു, ഇവിടെ നിന്ന് ചാട്, എന്നെ കാക്കാൻ വേണ്ടി ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. ചാടിയാൽ കാക്കുമെന്ന് വചനം പറയുന്നില്ല. എന്നാൽ തെന്നി വീഴാൻ പോയാൽ കൈകളിൽ വഹിക്കുന്ന ഒരു ദാവനുണ്ട്. മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയും. നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഗ്യാരണ്ടി ഉണ്ട്. അത് ഉപയോഗിച്ച് കേടായി കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഉണ്ട്. താഴെ വീണാൽ എന്തില്ല? ഗ്യാരണ്ടി ഇല്ല. അതൊന്ന് അഴിച്ചു നോക്കി ഒന്ന് റിപ്പയർ നടത്തിയാൽ എന്തില്ല? അത് ഗ്യാരണ്ടി പീരീഡിൽ ഉപയോഗിച്ചത് കേട് വന്നാൽ അതിനെന്തുണ്ട്? ഗ്യാരണ്ടി ഉണ്ട്, ചിലതിന് വാറണ്ടിയും ഉണ്ട്. ആമേൻ. അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ അത് മാറ്റി വേറെ ഒന്ന് നൽകും. ആമേൻ. ഗ്യാരണ്ടി ഉള്ള റിപ്പയർ ചെയ്ത് കിട്ടും, വാറണ്ടി ഉള്ള എന്ത് ചെയ്യും? മാറ്റി കിട്ടും. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതൽ നിന്നെ ശത്രുവായവൻ ഒരു കെണിക്കകത്ത് അകപ്പെടുത്തുവാൻ പദ്ധതി ഒരുക്കിയാൽ ആ കെണിക്കകത്ത് അകപ്പെട്ടു പോകാതെ വണ്ണം സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയമുണ്ട്. ഹല്ലേലൂയ. നീ ഉടമസ്ഥനോട് ചേർന്ന് നിൽക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമസ്ഥനോട് ചേർന്ന് നിൽക്കാതെ നിന്റെ ഇഷ്ടമുള്ള വഴിക്കോട് നടന്നിട്ട് കർത്താവെ എന്നെ കാക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു പരിപാലനം ഉണ്ടാകില്ല. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. അവിടെ പറയുന്നത്, തൻ്റെ മുൻപിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്, അതവൻ ഓർത്തു. അതോർത്തത് എന്താണ്? തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം, ദൈവമക്കളാകുന്ന നാം നിത്യതയിൽ തേജോരൂപികളായി കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് ആത്മാവിൽ കണ്ടു. ശ്രദ്ധിക്കുന്നുണ്ടോ? ആത്മാവിൽ എന്ത് കണ്ടു? ഈ രൂപമല്ല, തേജസ്സോടുകൂടെ നമ്മൾ നിത്യതയുടെ തീരത്ത്
കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് ആര് കണ്ടു? കർത്താവ് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിനകത്തുണ്ടാകുന്ന പ്രത്യാശ, ഇവിടത്തെ ഈ നിന്ന, ഇവിടത്തെ ഈ പ്രയാസം, ഇവിടത്തെ ഈ അപമാനം, അതൊന്നും ഒരു വിഷയമേ അല്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ മറ്റൊരിടത്ത് പറയുന്നത് ഇതൊരു വരമാണെന്നാണ് പറയുന്നത്. കഷ്ടം സഹിക്കുന്നത് ഒരു വരമാണ്. കുരുത്തക്കേട് ചെയ്തിട്ട് സഹിക്കുന്നതല്ല കേട്ടോ. ദൈവവചനം നിമിത്തം കഷ്ടം സഹിക്കുന്നത് ഒരു വരമാണ്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. നമ്മളറിയാതെ, എൻ്റെ ഭാഷ പറയുകയാണ്, നമ്മളറിയാതെ നമ്മുടെ ബാങ്കിൽ പോയി ഒരു 10 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ത്? നമ്മൾ നിന്ദയും പരിഹാസവും കഷ്ടവും സഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനം നിമിത്തം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ അതൊരു വരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചാൽ, യഥാർത്ഥമായി ദൈവവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തുടങ്ങിയാൽ, മറ്റുള്ളവർ നമ്മിൽ നിന്ന് അകലാൻ തുടങ്ങും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ ലോകത്തോട് നമുക്ക് അനുരൂപരാകാൻ കഴിയില്ല. സ്തോത്രം. കഴിയാതെ വരുമ്പോൾ പലരും പതുക്കെ പതുക്കെ നമ്മിൽ നിന്നങ്ങ് അകലാൻ തുടങ്ങും. അവളെ വിളിക്കണ്ടെന്നേ, അവളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന തമാശയൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല, നമ്മുടെ കൂടെ കൂടി നിൽക്കില്ല. അപ്പം അവൾ എന്ത് ചെയ്യണ്ട? വിളിക്കണ്ട. സ്തോത്രം. ആമേൻ. അപ്പം വിളിക്കാതെ വരുമ്പം മനസ്സുകൊണ്ട് നമുക്കൊരു ചെറിയ വേദന ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട, ഉണ്ട്. പക്ഷെ പിന്നെ എന്ത് ചെയ്യാണ്? ക്രിസ്തു നിമിത്തതങ്ങ് സഹിക്കുക. ആമേൻ. സ്തോത്രം. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടം. ആമേൻ. പലയിടങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? മാറ്റി നിർത്തും. 4 പേരുടെ മുൻപിൽ ഇന്നത് കുറവാണ്. പക്ഷേ പഴയ കാലങ്ങളിൽ, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എൻ്റെ വല്യപ്പച്ചന് ഒത്തിരി നിന്നയും പരിഹാസവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണത്തിന് വിളിച്ചിട്ട്, കല്യാണം അന്നൊക്കെ ഈ സദ്യയ്ക്ക് വേണ്ടി വീടുകളിൽ വെച്ച് ഇലയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇലയിട്ട് ആ ഇലയിൽ വിളമ്പാതെ അപ്പുറത്തും വിളമ്പിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പെന്തക്കോസുകാരൻ്റെ ഇലയിൽ എന്ത് ചെയ്യുന്നില്ല? മാനസികമായിട്ടുണ്ടാകുന്ന വേദന ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ട്? പെന്തക്കോസുകാരനായെന്നുള്ള, ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന ഏക കാരണത്താൽ. മുടിവെട്ടാൻ പോയിട്ട് ബാർബർ ഷാപ്പിൽ മുടിവെട്ടാതെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ കാശ് കൊടുത്ത് മുടിവെട്ടാൻ പോയിട്ട് നീ പെന്തക്കോസുകാരനായി എന്ന ഏക കാരണത്താൽ എന്ത് ചെയ്യുന്നില്ല? നിന്റെ മുടി എനിക്ക് വെട്ടാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ നിന്ന് അനുഭവിച്ച ദൈവമക്കൾ ഒരു 10-50 വർഷം പുറകിലേക്ക് പോയാലുണ്ടായിരുന്നു. ഇന്നത് ഇല്ല. എന്താ കാരണം? ഇന്ന് നമ്മുടെ വേദിയിൽ എല്ലാവരും ഉണ്ട്. നമ്മൾ അഡ്ജസ്റ്റായി. ലോകം അഡ്ജസ്റ്റ് ആയതല്ല, നമ്മൾ അഡ്ജസ്റ്റായി. അവരവരുടെ റൂട്ടിൽ തന്നെയാണ്, പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഞാൻ കേട്ടിട്ടുള്ള കേൾവിയാണ്, കുമ്പനാട് നടന്നിരുന്ന കൺവെൻഷൻ, പന്തലിന് കാല് കുഴിച്ചിടാൻ കുഴി കുത്തുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ശുശ്രൂഷകന്മാർ
ഒരപ്പച്ചൻ വന്ന് കുഴികുത്തുനിന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു, മോനെ നീ അഭിഷേകം പ്രാപിച്ചതാണോ? അവൻ പറഞ്ഞു ഇല്ല അപ്പച്ച, അഭിഷേകം പ്രാപിച്ചിട്ടില്ല. എന്നാ മോനെ കുഴികുത്തൽ നിർത്ത്, നീ ആദ്യം പോയി അഭിഷേകം പ്രാപിച്ചിട്ട് വാ, എന്നിട്ട് കുഴികുത്തയാ മതി. ആദ്യം എന്ത് ചെയ്യേ? പോയി കുത്തിയിരുന്ന് അഭിഷേകം പ്രാപിക്കേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? കൺവെൻഷൻ നടത്താൻ സുവിശേഷ യോഗത്തിന് പന്തലിടാൻ കുഴി കുത്തിയാൽ മതിയെന്ന്. സ്തോത്രം. വേറെ ഏതൊരു ദൈവദാസന്റെ ഒരു കുടുംബ ഫോട്ടോ, ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും നിരന്ന് നിന്നപ്പോൾ വീട്ടു ജോലിക്ക് നിന്നിരുന്ന സഹോദരി അതിനകത്ത് കയറി നിന്നു. ആ സഹോദരിയെ മാറ്റിയങ്ങ് നിർത്തി, മാറി നിൽക്കാൻ പറഞ്ഞു. ആഭരണിട്ടു എന്ന ഏക കാരണത്താൽ. വേർപാടിന് വേണ്ടി നിന്നവരാണ് പഴയ ഭക്തന്മാർ. അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? പുതിയ നിയമത്തിലും വേർപാടിന് വേണ്ടി നിൽക്കുന്നവരാണ് നമ്മുടെ സാക്ഷികളായി നിൽക്കുന്നത്. വേർപാടിന് വേണ്ടി നിന്നവർ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, തട്ടിപ്പൊന്നും നടക്കില്ല. വേർപാട് എന്ന വിഷയം വേദപുസ്തകം പറയുന്ന മറ നീക്കിയ സത്യമാണ്. അത് ജീവിതത്തിൽ പാലിക്കാതെ ഒരെണ്ണം നിത്യത കാണില്ല. ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങിയേ പറ്റൂ. ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് പറയുന്നത് എല്ലാം അതുപോലെ തന്നെ അനുസരിക്കും. എന്തു പറഞ്ഞോ അത് ചെയ്യും. പക്ഷെ വചനം പറയുന്നത് അനുസരിക്കാൻ അതിപ്പോ അങ്ങനെ ആയ എന്നെ കുഴപ്പം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. മനുഷ്യൻ വെറും നിഴലായി നടക്കുന്നു, അത് നിശ്ചയം ഉണ്ട്. കിട്ടുന്നൊക്കെ ഉണ്ട്, നല്ല പോലെ കിട്ടുന്നുണ്ട്, അറിയുന്നില്ലെന്നേ ഉള്ളൂ. എത്ര എണ്ണത്തിന് കിട്ടുന്നുണ്ട്? ആത്മാവിന്റെ നടത്തിപ്പ് ഉള്ള വ്യക്തികൾക്ക് മനസ്സിലാകും അത് കിട്ടിയതാണെന്നുള്ളത്. അത് കിട്ടുന്നതിന് മുൻപേ അറിയാൻ പറ്റും ആണ്ടെ അവനുള്ളത് വരുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇതെല്ലാം പറയാൻ പറ്റില്ലെന്ന് മാത്രം. വിളിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? വിളിച്ചു പറയുന്നില്ല. വളരെ കൃത്യമായിട്ട് ദൈവാത്മാവ് പറയുന്നേ. ആ ദൈവിക ബന്ധം ഉണ്ടായാൽ മതി. ഇല്ല പിന്നെ ഈ വാക്യം മാറ്റി എഴുതേണ്ടി വരും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? സകല സത്യത്തിലും. ആദ്യം സത്യത്തിന്റെ ആത്മാവ് വന്നാൽ കള്ളം പറയുന്നത് നിർത്തും. അഭിഷേകം പ്രാപിച്ച വ്യക്തി കള്ളം പറഞ്ഞുകൊണ്ട് കിടക്കുന്നെങ്കിൽ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്നൊന്ന് നോക്കേണ്ടി വരും. ആദ്യം ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ആ ആത്മാവ് സ്വയമായി സംസാരിക്കില്ല, താൻ കേൾക്കുന്നത് സംസാരിക്കും. ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ആത്മജീവിയാണ്. ആത്മമണ്ഡലത്തിൽ ഒരു ദൈവ പൈതലിനെതിരെ, ആത്മജീവിയായ ദൈവ പൈതലിനെതിരെ നടക്കുന്നത് ഈ ആത്മാവ് തിരിച്ചറിയും. അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് പറയും, മോനെ നിന്നെ കെണി വ്യാജം ഒരുക്കിയിട്ടുണ്ടടാ, നീ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കേ, എന്നിട്ട് പോയാൽ മതി. ഇല്ല എനിക്ക് തിരക്കാ, പോവുക, അതാണ്ട കിടക്കുന്നു. ആരോ ഉത്തരവാദി? എന്നിട്ട് ഞാൻ വീണു എന്ന് പറഞ്ഞ പോലെ കാര്യമുണ്ടോ? അനുഭവസ്ഥര് പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ദൈവാത്മാവ് എന്ത് ചെയ്യും? വളരെ കൃത്യമായി ഇടപെടും. പക്ഷെ നമ്മൾ ഭയങ്കര ബിസിയാണല്ലോ. ആത്മാവിന് പിന്നെ തിരക്കൊന്നുമില്ല, ആത്മാവ് നമ്മുടെ കൂടെ നടക്കുകയാണല്ലോ.
അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല. എത്രയോ പേർക്ക് അതുപോലെ കിട്ടിയിട്ടുള്ളത് എനിക്ക് അനുഭവം ഉണ്ടെന്നേ. എന്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ. കൊല്ലത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു ഇത്ര കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകരുതെന്ന് പറഞ്ഞു. കേട്ടില്ല. അവസാനം വണ്ടി വലിച്ചിട്ട വീട്ടിലേക്ക് കൊണ്ടുവന്നേ. വണ്ടിയുടെ കുറ്റമല്ല, വണ്ടിയുടെ കുറ്റമല്ല, അത് ഉപയോഗിക്കുന്ന ആളുടെ കുറ്റമാണ്. സ്തോത്രം. വലിച്ചുകൊണ്ട് എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടിട്ടു. വേറെ വണ്ടി കൊണ്ടുവന്ന് കയറും കെട്ടി വലിച്ചുകൊണ്ട് പോയി. ചൊവ്വ നേരെ പോകുകയായിരുന്നെങ്കിൽ ഒരു രാത്രി 1 മണി 1:30 2 മണിയാകുമ്പോഴത്തേക്കും ചെല്ലായിരുന്നു വെളുപ്പിന്. അത് വേറൊരുത്തനെയും കൂടെ കഷ്ടപ്പെടുത്തി. അനുസരിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള ഉറപ്പാ. പിന്നെ തമ്പുരാൻ ബാലശിക്ഷ തരുന്നത് വലിയ കുഴിക്കകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാ. നീ ഏതിനെങ്കിലും അടിയിൽ പോയി ചാകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ വളരെ കൃത്യതയോടുകൂടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേ. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. അത് അക്ഷരികമായല്ല വരുന്നത്, ആത്മീകമായാണ്. ആദ്യം ഉണ്ടായിരുന്നത് അക്ഷരികമായിട്ടായിരുന്നു. ഇപ്പൊ അക്ഷരികമായിട്ടല്ല, ആത്മീകമായിട്ടാണ് ഇപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധയാത്മാവും കൂടെയുള്ളത്. ആദ്യം പുത്രൻ ഇവിടെ അക്ഷരികമായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധയാത്മാവ് ഇപ്പൊ അക്ഷരികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുമോ? നമ്മുടെ അവസ്ഥയ്ക്ക് എത്ര മാറ്റം ഉണ്ടാകും? ഇടയ്ക്ക് മൊബൈൽ എടുത്ത് നോക്കുന്നു, ഇടയ്ക്ക് ഓടുന്നു, ചാടുന്നു. ഈ പണിയൊന്നും നടത്തില്ല. എന്ത് ചെയ്യും? പരിശുദ്ധ ആത്മാവ് അക്ഷരികമായിട്ട് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നഗ്നമായ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രവർത്തികൾക്കൊക്കെ മാറ്റം വരും. ഇത് ആത്മീകമായി മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് ആത്മബന്ധത്തിന് ഉടമകളാകണം. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം. കിട്ടിക്കഴിയുമ്പം പൗലോസിനെ പോലെ നീ ആരാകുന്നു കർത്താവ്? ദൈവമായുള്ള ബന്ധം നമ്മളെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുത്തിട്ട് ഫ്രീ ആയി വിട്ടിട്ട് പോയേക്കല്ല. ഒരു കാര്യസ്ഥൻ്റെ കരങ്ങളിൽ നമ്മളെ വരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്, വിശാലതയുള്ളതല്ല. കാരണം കൃത്യമായ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം യാത്ര ചെയ്യേണ്ടവരാണ് ദൈവമക്കൾ. ആ യാത്രയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട്. ആദ്യമൊക്കെ ഈ പാസ്റ്റർമാര്, അന്ന് പാസ്റ്ററല്ല ഉപദേശിമാര്, കിട്ടുന്നത് കൊണ്ട് അവർ തൃപ്തരായിരുന്നു. ഇന്ന് എത്ര ഉപദേശിമാര് തൃപ്തരുണ്ട്? അന്നെന്താ? അന്ന് അവർക്ക് മക്കളുണ്ടായിരുന്നില്ലേ? ഇന്നുള്ളതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു മക്കള്. അതുകൊണ്ടാ തലതിരിഞ്ഞു പോകുന്നത്. ഭരണിയിൽ എണ്ണയും കാര്യങ്ങളൊന്നും. ആത്മാവുണ്ടെങ്കിൽ, ഒറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ, പരിശുദ്ധ ആത്മാവുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവ് എന്തു ചെയ്യും? ശരിയും തെറ്റും പറഞ്ഞു തരും. തെറ്റ് തെറ്റാണെന്ന് പറയും.
അത് മറ്റുള്ളവരോട് മാത്രമല്ല നമ്മോടും പറയും. നീ ചെയ്തത് ശരിയല്ലെന്ന് എന്ത് ചെയ്യും? ആത്മാവ് പറയും. അത് പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാകില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. അത് ഓർക്കുമ്പോഴാണ് മനസ്സിൽ ഇച്ചിരി വേദനയുള്ളത്. ഇപ്പം രക്തസാക്ഷിയായിട്ടൊരു വ്യക്തി മരിച്ചു. അവൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് മരിച്ചതാണെന്നുണ്ടെങ്കിൽ നിത്യതയിലെത്തി. രക്തസാക്ഷിക്ക് കിട്ടുന്ന ആ പ്രത്യേകമായിട്ടുള്ള പ്രതിഫലം എന്ത് ചെയ്യും? അതൊക്കെ ഭാഗ്യമാ. ഇവിടെയുള്ളവർ കരയും. അവനെ സംബന്ധിച്ചിടത്തോളം തേജസ്സാ അത്. അങ്ങനെ ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. നിൽക്കാൻ കൃപ വേണം, നിൽക്കാൻ കൃപ വേണം. തമ്പുരാൻ നിർത്തണം. രക്തസാക്ഷിയായിട്ട് എന്ത് ചെയ്യണം? സ്തേഫാനോസ് നിലവിളിച്ചിട്ടല്ലല്ലോ പോയത്. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ തേജസ്സോടെ നിന്നാ പറയുന്നേ. അവനെ സ്വീകരിക്കാൻ ഉടമസ്ഥൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അവൻ കർത്താവിനെ കണ്ടു. അപ്പൊ എന്തൊരു ബന്ധവാത്! അത് ഈ ഭൂമിയിൽ നടന്ന കാര്യമാണ്. സ്തേഫാനോസിനെ പോലെ അതൊരു വിഷയം ദൈവാത്മാവ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ എത്രയോ ഭക്തർ. പൗലോസ് ഒരു വേപ്പുമേ, കഴിക്കുന്ന വേപ്പുമേ കെട്ടിയിട്ടിട്ട് ആ മനുഷ്യനെ തല്ലി. പിറ്റേ ദിവസം ആ മരം ഉണങ്ങിപ്പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല. അപ്പം ഭക്തരായി ജീവിച്ച വ്യക്തികൾ ഉണ്ടോ? ഉണ്ട്. ആ മനുഷ്യൻ ജീവിക്കുന്നൊരു വ്യക്തിത്വമായിരുന്നു. എന്നെ 2 ഭക്തന്മാരാണ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതിലൊന്ന് പൗലോസാണ്. ദൈവിക ബന്ധം ഒരു ദൈവ വൈതലിൻ്റെ വിലപ്പെട്ടതാണ്. ആഗ്രഹിക്കുന്ന ഈ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ മതിയായവനാണ്. കർത്താവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു. എന്താണ് ആ സന്തോഷം? അതിനകത്ത് ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരുമുണ്ട്. സ്തോത്രം. അപ്പോൾ ആ സന്തോഷം അവൻ ഓർത്തപ്പോൾ ഈ അപമാനം എന്തല്ല, അത് വലിയ കാര്യമായി എന്ത് ചെയ്തില്ല, എടുത്തില്ല. അപ്പോൾ തന്നെ മാനുഷിക രീതിയിൽ കർത്താവ് ബലഹീന ശരീരത്തിന് ഉടമയാണെന്ന് ആർക്കറിയാമായിരുന്നു? പിതാവിന് അറിയാമായിരുന്നു. ഗതസമന തോട്ടത്തിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏലിയാവും മോശയും മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ട സമയത്ത് അവരവിടെ വന്നത് നിര്യാണത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി അവിടെ വന്നതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻകൂട്ടി കഷ്ടാനുഭവത്തെക്കുറിച്ച് ക്രിസ്തുവിനോട് അറിവില്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു മാതൃക തന്നേക്കുകയാണ്. സർവജ്ഞാനിയാണ് കർത്താവ്, കർത്താവിനറിയാം. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കഷ്ടതയുണ്ടാകും. കഷ്ടതയുണ്ടാകുമ്പോൾ ആ കഷ്ടതയുടെ നടുവിൽ നീ ഏകനല്ല, നീ ഏകയല്ല. നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ സഹായിപ്പാൻ ഒരുവനുണ്ട് എന്ന ബോധ്യം നൽകാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായത്. ദൂതം വന്നില്ലെങ്കിൽ സർവജ്ഞാനിയായ സർവശക്തനായ കർത്താവിന് കഴിയില്ലേ? കഴിയും.
പക്ഷേ തൻ്റെ ദൈവത്വത്തെ മാനുഷിക കൂടിനകത്ത് പൊതിഞ്ഞ് എന്ത് ചെയ്തു? മാറ്റിവെച്ചു. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. സ്തോത്രം. ക്രൂശിലെ മരണത്തോളം ആമേൻ അനുസരണമുള്ള ഒരു വ്യക്തിത്വമായി അവൻ താന്നുപോയി. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ, നമ്മുടെയും ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ യഥാർത്ഥമായ ദൈവിക ബന്ധത്തിന് നമ്മൾ ഉടമകളാകണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്നതായ ഓരോ അവസ്ഥകൾക്കും ദൈവാത്മാവിന്റെ മുന്നറിയിപ്പുണ്ടാകും. ആമേൻ. വാസ്തവമായ ബന്ധത്തിനുടമയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് ഹല്ലേലൂയ അറിയിക്കുകയും വരുവാനുള്ളത് പറഞ്ഞു തരുന്ന ഹല്ലേലൂയ ഒരു അനുഭവത്തിന് ഉടമകളായി നമ്മെ മാറ്റുന്ന ഒരു പ്രക്രിയ. പക്ഷെ ആ ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് എന്തുണ്ടാകണം? ഒരു കാതുണ്ടാകണം. ആമേൻ. അത് ഈ കാതിൽ കൂടെ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. സ്തോത്രം. അത് കേൾക്കണമെങ്കിൽ ഒരാത്മ സ്തോത്രം. ആമേൻ. അങ്ങനെ ഒരു അനുഭവത്തിന് ഉടമയാകുമ്പോൾ പ്രയാസം വരട്ടെ, അത് സാരമില്ല. എന്താ കാരണം? പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ കാരണം ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആമേൻ. തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന് രണ്ട് കാലിനും വേദനയായിട്ടിരിക്കുന്ന സമയം, മുട്ടിന് താഴെ ബലക്ഷയം വന്ന കാലുകൾ പോലെ ആയ സന്ദർഭം, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അതിൻ്റെ വിഷയം വെളിപ്പെടുത്തി തന്നു. പിന്നെ എനിക്ക് എന്നാ കുഴപ്പം? ഇന്നതാണ് കാര്യം എന്നുള്ളത് ബോധ്യം തന്നു. ബോധ്യം തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്ക് സഹോദരി നോക്കിയിട്ട് കാല് ശോഷിച്ചിട്ടുണ്ടല്ലോ. ഈ മസില് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ ആടുമായിരുന്നു. മസിലിനൊന്നും ബലമില്ലായിരുന്നു. സ്തോത്രം. രാത്രി ആയിക്കഴിഞ്ഞാൽ, സന്ധ്യയായാൽ ശക്തമായ പനി തുടങ്ങും. അത് കഴിഞ്ഞാൽ ദേഹത്ത് വേദന. ചില മാസങ്ങൾ ആ പ്രയാസം എന്നിലുണ്ടായിരുന്നു. ഒരു ദിവസം ദൈവാത്മാവ് പറഞ്ഞു, നീ പോയിരുന്ന് ആ ദേവദാസൻ്റെ കൂടെ പോയിരിക്കാൻ പറഞ്ഞു. താറാവ് നടക്കുന്ന പോലെ നടക്കുന്നേ. തമ്പുരാൻ അറിയില്ലേ എനിക്ക് രണ്ട് കാലിനും വേദനയാണ്, ആ കട്ടിലേ കിടന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ? അവിടെ കിടന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ലേ? പിന്നെ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്? വിശ്വാസമല്ല, അനുസരണം വളരെ വിലപ്പെട്ടതാണ്. ദൈവം പറയുന്നത് എന്താണോ അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. അവിടെ നമ്മൾ പറയും, കർത്താവേ എൻ്റെ രണ്ട് കാലും വേദനയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാനിവിടെ കിടന്നങ്ങ് പ്രാർത്ഥിക്കാം. അവിടെ കിടന്ന് പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല, അവിടെ കിടക്കാം. അന്ന് രാത്രി ആ ദൈവിക വിടുതൽ ഞാൻ അനുഭവിച്ചു. വിടുതൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു എന്ത് ചെയ്തു? പത്രോസ് ചെയ്തതുപോലെ എന്ത് ചെയ്തു? വല ഇറക്കാൻ പറഞ്ഞു. നിന്റെ വാക്കിന് എന്ത് ചെയ്യുക? പെരുത്ത മീൻ കൂട്ടും കിട്ടുമെന്നുള്ളത് അറിയാമായിരുന്നോ? അവൻ ഒരിക്കലും ചിന്തിച്ച് കാണില്ല ഈ പടകുകൾ നിറയ്ക്കാനുള്ള മീൻ കിട്ടുമെന്ന്. മീൻ കിട്ടുമെന്ന് ചിന്തിച്ച് കാണും, പക്ഷെ ഇതുപോലെ കിട്ടുമെന്ന് എന്ത് ചെയ്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് സംഭ്രമം പിടിച്ചെന്നാ. അവർക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. മിണ്ടാനും വയ്യ, ഒന്നും പറയാനും വയ്യ, കണ്ട് കിളി പോയി. നാടൻ ഭാഷ പറഞ്ഞാൽ കിളി പോയി. അപ്പോൾ അനുസരിക്കുക എന്നുള്ളത് ദൈവിക ബന്ധത്തിൽ വിലപ്പെട്ടതാണ്. അനുസരിക്കുവാൻ നാം തയ്യാറായാൽ പ്രവർത്തിപ്പാൻ ദൈവം മതിയായവനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വാക്യം 4:6-7.
ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്. അത് നമുക്ക് കളയാൻ പറ്റുമോ? ഏറ്റവും വലിയ പ്രശ്നം വിചാരമാണ്. നാളെ എന്താകും എന്നുള്ള ചിന്ത. ഇത് ചിന്തിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കി വേണ്ടതുപോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, സ്തോത്രം പറയാനും പറ്റുന്നില്ല. ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടെ നിന്റെ ആവശ്യം ദൈവത്തോടങ്ങ് അറിയിക്കണം. 7-ാം വാക്യത്തിൽ പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകി തന്ന് നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാ. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി എന്റെ കർത്താവ് കഷ്ടം അനുഭവിച്ചത് വെറുതെയല്ല. നിന്റെ പാപത്തിന് പരിഹാരം നൽകിയത് വെറുതെയല്ല. നീ ഒന്ന് അനുസരിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ മുൻപിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടും. അതിനു വേണ്ടിയാണ് വേദപുസ്തകം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനം 1:22 പറയുന്നത്, നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ആമേൻ. കമ്പും മുഴയായിട്ടിരിക്കുകയായിരുന്നു. കുരുട്ടും കുന്നായ്മയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കമ്പും മുഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉയർന്നും പൊങ്ങിയും ആരെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ മുള്ളു തറയ്ക്കുന്ന പോലെയാണ് കുത്തു കിട്ടുന്നത്. ആ സ്വോത്രം. വെട്ടോത്തുകൊണ്ട് വെട്ടുന്ന പോലെയാ വാക്കുകൾ കൊണ്ട് വെട്ടിയിരുന്നേ. ഇപ്പൊ ഒരു മയമായി. സ്വോത്രം. ഇപ്പൊ ഒരു മയമായി. ഇപ്പൊ വെട്ടില്ല. മറ്റത് അടുത്തങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കിടുകിടുന്നും പറഞ്ഞാൽ കിട്ടിക്കഴിയുമ്പം പിന്നെ സ്വോത്രം. ഇപ്പൊ ഒരു മയമായി. ഇപ്പൊ വീട്ടില് എന്തില്ല. കൃപ. സ്തോത്രം. അപ്പം എന്ത് ചെയ്തു? വിശുദ്ധരാകുവാൻ, നിഷ്കളങ്കരാകുവാൻ, കുറ്റമില്ലാത്തവരായി നിൽപ്പാൻ. ഹല്ലേലൂയ. ജഡശരീരത്തിൽ തന്റെ മരണത്താൽ പിതാവാം ദൈവമായി ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ചെയ്തെടുത്തു. അതുകൊണ്ട് ഏത് സമയത്തും കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാൻ എന്നെ കേൾക്കുന്ന ദൈവമേ, നിനക്ക് അധികാരം ദൈവം നൽകിയിരിക്കുകയാ. ക്രിസ്തുവിനോട് കൂടെ നീ നിന്നാൽ മതി. കയറി ചെല്ലുവാൻ, കയറ്റി നിർത്തുവാൻ ഉടമസ്ഥനുണ്ട്. വേദപുസ്തകം പറയുന്ന ഭാഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വക്കീലായി പിതാവിന്റെ മുൻപിൽ നമുക്ക് പകരം നിൽക്കുക. അക്കാലത്തും പിടിച്ചുകൊണ്ട് കുണം പിടിക്കാത്ത നമ്മൾ കർത്താവേ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ വാട മോനെ ഞാനുണ്ടോ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? പിതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി അങ്ങ് നിർത്തുക. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരുത്തക്കേട് കാണിച്ച പിന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യില്ല? ക്ഷമയും പറയൂല, ചെല്ലുമില്ല. ക്ഷമ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഷയെ പറയുക, കർത്താവ് പറയും വാട മോനെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ചേർത്തങ്ങ് പിടിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പിതാവിന്റെ മുന്നിലേക്ക് അങ്ങ് ചെല്ലും. ഹല്ലേലൂയ. പിതാവിനോട് പറയും, ഇവനും കൂടെ വേണ്ടിയാണ് ഞാൻ ക്രൂശിൽ മരിച്ചത്, ആ കഷ്ടം അനുഭവിച്ചത് ഇവനും കൂടെ വേണ്ടിയാ. ഹല്ലേലൂയ. ഇവന്റെ പാപക്കറകൾ കഴുകി ഹല്ലേലൂയ ശുദ്ധീകരിപ്പാൻ വേണ്ടിയാ ഞാൻ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞത്. പിതാവ് പുത്രനിലൂടെ നോക്കുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുകയാ. നമ്മൾ വിശുദ്ധരായി കാണുകയാ, നിഷ്കളങ്കരായി കാണുകയാ, കുറ്റമില്ലാത്തവരായി കാണുകയാ. ദൈവത്തിന്റെ കൃപ അതനുഭവിപ്പാൻ കഴിയണമെങ്കിൽ
ആ നാഥനുമായൊരു ബന്ധത്തോടെ യാത്ര ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന വാക്കുകൾ, ഹല്ലേലൂയ, 2 തിമോഥെയോസ് ലേഖനം 1:12, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അവന്റെ ജീവിതത്തിൽ വന്ന് അനുഭവിച്ചതായ വേദനകൾ 2 തിമോഥെയോസിന്റെ ലേഖനം 1:12. സ്തോത്രം. ഹല്ലേലൂയ. അവനെ കുത്താനായിട്ട് ആരെ ഏൽപ്പിച്ച്? സാത്താന്റെ ദൂതനെ. സാത്താന്റെ ദൂതൻ മയത്തിൽ കുത്തുവോ? അമ്പലം പറഞ്ഞു, മോനെ എൻ്റെ കൃപയുണ്ട് നിനക്ക്. കൃപയും കൈപിടിച്ച് കുത്തും മേടിച്ച് നടക്കുക. ആമേൻ. ആരെ കൊല്ലാൻ പോയതാ? ദൈവമക്കളെ കൊല്ലാൻ പോയതാ. തമ്പുരാൻ പറഞ്ഞു, അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കണമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. എന്നാൽ തകർന്നു പോകാതിരിപ്പാൻ ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ പകരപ്പെട്ടു. അവൻ പറയുകയാണ്, ഞാൻ ഇതൊക്കെയും സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. ഞാൻ ലജ്ജിക്കുന്നില്ല. എന്താണ് കാരണം? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധിയാണ്, എല്ലാറ്റിലും വലിയതാണവൻ. ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഹൃദയത്തില് കർത്താവ് അവനോട് പറഞ്ഞ വാക്ക് ഓർമ്മ വന്നു കാണും. ഈ വചനഭാഗം എഴുതുമ്പം ആ വാക്ക് ഓർമ്മ വന്നു കാണും, എൻ്റെ കൃപ നിനക്ക് മതി. അവൻ പറയുകയാണ്, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. എന്താണ് കാരണം? ആ കൃപ എനിക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവവചനേ, ദൈവാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ അതിന്റെ മുൻപിൽ നീ 2ഉം 10ഉം പറഞ്ഞു നിൽക്കരുത്. അത് കേറി എന്ന് പിടിക്കണോ. ഹല്ലേലൂയ. വാക്കിൽ ഹല്ലേലൂയ നീ കയറി പിടിച്ചാൽ അത് നിനക്ക് ഹല്ലേലൂയ മാറ്റാൻ കഴിയാത്ത, നിന്നിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത ഒരു ശക്തിയായി മാറുകയാ. ഈ വചനഭാഗം അതാണ് പറയുന്നത്. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. വേദനകൾ അതെനിക്ക് വിഷയമല്ല, പ്രയാസങ്ങൾ അതെനിക്ക് വിഷയമല്ല, നിന്ന എനിക്ക് വിഷയമല്ല. എന്താണ് കാരണം? ഒരു നിത്യത എനിക്കുണ്ട്. പ്രിയന്റെ അടുക്കലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു വഴി അവർ ഒരുക്കിയിട്ടുണ്ട്. ആ പൗലോസ് പറയുന്നത്, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നല്ല പോർ ഞാൻ പൊരുതു. ആ ഉറപ്പാർക്കുണ്ടായിരുന്നു? പൗലോസിനുണ്ടായിരുന്നു. ദൈവം ഇതിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിലപ്പെട്ടതാ. ഒരു നല്ല പോർക്കളത്തിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ആ പോർക്കളത്തിൽ ഓടിത്തീരണമെങ്കിൽ ഉടമസ്ഥൻ നിന്റെ കൂടെയുണ്ടെങ്കിലേ, ഉടമസ്ഥനുമായി ബന്ധമുണ്ടെങ്കിലേ നിനക്കത് ഓടിത്തീരുവാൻ കഴിയുകയുള്ളൂ. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമുക്ക് പകരമായി കാൽവരി കുലക്കളത്തിൽ കഷ്ടമനുഭവിച്ചതായ, പകരമായി മരിച്ചതായ ആ ഉടമസ്ഥനോട് ഒന്നും കൂടെ ചേർന്ന് നിൽക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കാം. അവനോട് ഏകീഭവിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. അവൻ്റെ ഇമ്പവേറിയ ശബ്ദം കേട്ട് അനുസരണയോടെ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കരുണയുള്ള പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഒന്നും കൂടെ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. പരീശന്മാർ ചോദിച്ചതുപോലെ ചോദ്യം ചോദിച്ച് നിൽക്കുവാനല്ല, അനുസരിക്കുന്നവരായി തീരുവാൻ, ഹല്ലേലൂയ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി തീരുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ ഒരുക്കണം നാഥാ. അവിടുത്തെ പ്രവൃത്തി ഞങ്ങളെ വെളിപ്പെടുത്തണം നാഥാ. അരുമനാഥനെ തൃക്കരത്തിലേൽപ്പിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്തെടുക്കും. മഹത്വം കർത്താവ് എടുക്കും. കരത്തിലേൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.